പാട്ട് പഠിപ്പിക്കുന്നത് ആരാണ്? മുന്നേ പണ്ട് ഗുരുക്കന്മാർ അങ്ങനെ ഞാൻ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1 വർഷം തികച്ചു പഠിച്ചിട്ടില്ല. പാർവതിപുരം പത്മനാഭയ്യർ സാറായിരുന്നു എന്റെ ഗുരു. ആണല്ലേ? ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്കൊരു ഗുരു ഉണ്ട്, പാർവതിപുരം പത്മനാഭയ്യർ. വളരെ ചെറുപ്പത്തില് 1 വർഷം അടുപ്പിച്ച് പോലും ഞാൻ പാട്ട് പഠിക്കാൻ പോയില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് അദ്ദേഹത്തിനോട് അതിരുകവിഞ്ഞ സ്നേഹമാണ്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന് 20 വർഷത്തിന് മുന്നേ ഞാൻ പാട്ട് പഠിച്ചത്. അപ്പം ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പുള്ളിയെടുത്ത് ഞാൻ ബ്ലെസ്സിങ്സ് വാങ്ങി ഞാനിങ്ങനെ പോവാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. എന്താ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. സ്നേഹത്തിൻ പൂമുല്ലി പൂജിച്ചു ഞാൻ, നിൻ ജന്മം നിൻ മുന്നിൽ നേദിച്ചു ഞാൻ. സാറിനെ എവിടുന്ന് കിട്ടി എന്നുള്ളത് അല്ലേ? സർപ്രൈസ് ആയോ? സർപ്രൈസ് ആയി. സർപ്രൈസ് എന്നല്ല, അവിശ്വസനീയമായി പോയി. നമസ്കാരം സർ. സാർ നമസ്കാരം. സർ എന്ത് തോന്നുന്നു ഈ വേദിയില്? ഞാനിപ്പോ നിൽക്കുന്നത് സ്വർഗലോകത്തിലാണെന്നാണ് എനിക്ക് സംശയം. എല്ലാവരും സംഗീതം ആസ്വദിക്കുകയും അതുപോലെ സംഗീതത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ വേദിയിൽ ഇങ്ങനെ ഒരു ശിഷ്യ മുഖാന്തരം വരാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ഗുരുവിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം മാത്രമല്ല, അത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പാണെന്നാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു ശിഷ്യ എനിക്ക് കിട്ടിയാൽ ഞാൻ അഭിമാനിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കലാകാരന് വേണ്ടത് സംഗീതം മാത്രമല്ല, സ്വഭാവം, ബഹുമാനം, ഗുരു സ്മരണ, ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഒരു കലാകാരനുണ്ടാകുന്നത്. അതെ. അതിൽ പഠിക്കുന്ന കാലത്തെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പഠിപ്പിച്ചതെങ്കിൽ തന്നെയും എൻ്റെ മനസ്സിൽ നിന്ന് ശിക്ഷയുടെ മോഹം ഇതുവരെ മാറിയിട്ടില്ല. ഒരുപാട് ശിഷ്യന്മാർ എനിക്കുണ്ട്. ഞാനൊരു 45-50 വർഷം കൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ചില മുഖങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ പതിയും. അത് പാടുന്നതുകൊണ്ട് മാത്രമല്ല, പാടുമ്പോൾ കൂടുതൽ പതിയുമെങ്കിലും ചിലരുടെ ആ ഒരു നേച്ചർ, ആ വന്ന് ഇരിക്കുന്നതും വന്ന് തൊഴുകയും അതുപോലെ ആ സംഗീതത്തെ ബഹുമാനിക്കുകയും സംഭാഷണത്തിലും പ്രവൃത്തിയിലും എല്ലാം സത്യസന്ധമായിട്ട് ചെയ്യുന്ന ഒത്തിരി ശിഷ്യകൾ കുറച്ചുപേരെ എനിക്കുള്ളൂ. തീർച്ചയായിട്ടും അതിൽ ഒരാളാണ് ശിവപ്രിയ. ഇതിനു മുമ്പുള്ള സ്റ്റേജിലും എല്ലാം ഉങ്ങളെ പറ്റി നിറയെ പേശിട്ട് ഇരുന്നത്. നിറയെ ഉങ്ങളെ தெரியுமே, കൃഷ്ണകുമാരുടെ വൈഫ് താനേ. ஆமா ஆமா சார், நான் வின்னி கிருஷ்ணகுமார் தான் பேசுறேன். புரியுறதா? புரியுறது നന്നാ தெரியும். சோ சாரனை உங்களோட அண்ணாவும் தெரியும், தொடுபுழ മനോജ് സാർ. இப்ப நிறைய கச்சேரிக்கு வயலும் இப்ப செம்மை காலேஜ்ல பிரின்சிபல் ஆயிட்டு ഞാൻ പോയിരുന്നു, പാക്ക പോയിരുന്നേനെ അങ്ക. ഓക്കെ. ശിവപ്രിയ എത്ര നാളായി സാറിനെ കണ്ടിട്ട്? സാറിന്റെ 13 വയസ്സിലാണ് എന്നെ പാട്ട് പഠിപ്പിച്ചത്. ഇപ്പൊ 10-20 വർഷമായി. പക്ഷെ ഇപ്പോ അടുത്തൊരു 2 വർഷം മുന്നേ സാറിനെ 25 വർഷം ഞങ്ങള് മ്യൂസിക് സ്കൂളുണ്ട്, നാദം, അതിന്റെ ഇതില് സാറിനെ ആദരിക്കുന്ന ഒരു ചടങ്ങില് ഞാൻ പോയി പാടിയിട്ടുണ്ടായിരുന്നു. അന്ന് സാറിനെ കണ്ടു ഞാന്. എനിക്ക് പറയാൻ പറ്റുന്നില്ല, സാറ് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ചിലപ്പോ ഇത് കാണുന്നവര് വിചാരിക്കുവേ നമ്മൾ മുന്നേ തന്നെ സെറ്റ് ആക്കി വെച്ച് അങ്ങനെയൊക്കെ വിചാരിക്കണേ. അല്ല, ഞാൻ ദൈവം പ്രത്യക്ഷപ്പെട്ടാണോ? നമ്മുടെ പ്രൊഡ്യൂസറിന്റെ നല്ലൊരു, അവരെല്ലാവരും കൂടെ ഒരു തീരുമാനം ചെയ്ത് വളരെ നല്ലതാണ്. രജീഷ്, അതാണ് ഫ്ലവേഴ്സ്. അതാ നിങ്ങൾ പാടുന്നത് നിങ്ങളെ കൊണ്ട് നല്ല ട്രെയിനിങ് കൊടുത്ത് പാടിക്കുക മാത്രമല്ല, നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇതിനൊക്കെ വലിയൊരു അനലൈസ് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വി ഷുഡ് ഗിവ് ദം എ ഗുഡ് അപ്ലോസ് ടു ദം. സാർ, അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട്. ഈ ഗ്രൂമിങ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. കാരണം ഞങ്ങളെല്ലാം ക്ലാസിക്കൽ പഠിപ്പിക്കുന്നവരാണ്. ഞാൻ 100% ക്ലാസിക്കൽ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അതിന് ഗ്രൂമിങ്ങിന് വിശേഷം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളാരും ക്ലാസിക്കലാരും ഗ്രൂമിങ് ചെയ്യാറില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കുറച്ചെങ്കിലും ജ്ഞാനവും വോയിസും ഉള്ള കുട്ടികളെ ഈ രീതിയിൽ ട്രെയിനിങ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത് എന്ത് ഓർക്കാൻ പോലും കഴിയാത്ത ഒരു
മുഫീദ and രാധിക. അവർക്ക് പ്രത്യേകമായിട്ട് നമ്മൾ അഭിനന്ദനം കൊടുക്കണം. കാരണം പാട്ടുകാരികളാക്കി വിടുകയാണ് അവരുടെ. മാഷ് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ മാഷിന്റെ ഒരു 2 ലൈൻ ഞങ്ങൾക്ക് കേൾക്കണം എന്ന്, 2 വരി കേൾക്കണം എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ശ്രീ മഹാഗണപതേ ശ്രീ മഹാഗണപതേ ശ്രീവല്ലഭപതേ 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 ശ്രീ മഹാഗണപതേ ഗണപതേ 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 ഗണപതേ. വെരി നൈസ്. വളരെ സന്തോഷം. നടന്നു വന്നപ്പോ അല്പ കിതപ്പുണ്ടായിരുന്നു. അതാണ്. പണ്ട് എങ്ങനെ കേട്ടോ അതുപോലിരിക്കുന്നു. അതുപോലെ കരച്ചിൽ വരുന്നു എനിക്ക്. അതുപോലെ ഇരിക്കുന്നു. ശരി മോളെ, എന്തായാലും ഈ ഒരു എന്താ പറയുക, സംഗീതത്തെ സ്നേഹിക്കുക, നല്ല സംഗീതത്തെ സ്നേഹിക്കുക, ഗുരുക്കന്മാരെ അതുപോലെ മനസ്സിൽ കരുതുക. ഇവരെല്ലാം നിങ്ങളെ ഗുരുക്കന്മാരാണ്. എല്ലാവരും ഗുരുക്കന്മാരായി കാണുക. സംഗീതത്തെ വിടരുത്. ആയുർവേദത്തോടൊപ്പം സംഗീതം കൂടെ കൊണ്ടുപോകണം എന്ന് മാത്രമേ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ.